Morning everyone. Chapter 5 Delivering Value. Today we are going to discuss about the advantages of direct marketing. Direct marketing is a way of marketing. It reaches both target and non-target customers. It also reaches those customers who are not in the market for the promoted product and are not prepared to buy the same now or in near future. Now we can discuss our topic advantages of direct marketing. Direct marketing inde savisheshatagal. Advantages to the customers. Customers inalla advantages aanu nammal first parayan ponathu. First one, it is very convenient. Second one, it saves lot of time. Third one, it provides more choice. Fifth one, it provides information for better buying decision. Fifth one, it gives an opportunity to express needs and wants of customers. They can ask questions and get immediate responses. അതായത് കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതുമൂലം നമുക്ക് ഒരുപാട് നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും. നമ്മുടെ സമയം ലാഭിക്കലാണല്ലോ നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി നമുക്ക് നമ്മുടെ സമയമൊക്കെ ഒരുപാട് ലാഭിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടായിരിക്കും ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി. പിന്നെ കസ്റ്റമേഴ്സ് ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ തന്നെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി കിട്ടും. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അവരുടെ നീഡ്സും വാണ്ട്സും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ പറ്റും. ദേ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഗെറ്റ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്. അതുമാത്രമല്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസും തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് കസ്റ്റമേഴ്സ്. ഈ 5 പോയിൻ്റാണ് ഇതിൽ പഠിക്കാനുള്ളത്. സെക്കൻഡ്, ബെനിഫിറ്റ് ടു സെല്ലേഴ്സ് അഥവാ അഡ്വാൻറ്റേജസ് ടു സെല്ലേഴ്സ്. ഇത് വിൽക്കുന്ന ആൾക്കാർക്കുള്ള ഗുണങ്ങൾ എന്താണെന്നാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ബ്രാൻഡ് ലോയാലിറ്റി. സെക്കൻഡ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. തേർഡ് വൺ, ഇറ്റ് ഈസ് കോസ്റ്റ് എഫിഷ്യൻറ്റ് ആൻഡ് ക്വിക്ക്. Fourth one, it helps to collect information regarding the customers. Fifth one, it is flexible and can be adjusted as per the needs and requirements of the customers. And sixth one, customers can be approached easily. അതായത് സെല്ലേഴ്സിന് അവർക്ക് ബ്രാൻഡായിട്ടുള്ള ലോയാലിറ്റി, അവരുടെ കാര്യങ്ങളൊക്കെ ബ്രാൻഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷനിൽ ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അവർക്ക് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. പിന്നെ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സെല്ലേഴ്സിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് വഴി ക്വിക്കായിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് അവരുടെ നിന്ന് ഡയറക്റ്റായിട്ട് കിട്ടുന്ന കാരണം അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. അത് എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റും. അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ അഭിപ്രായം വെച്ചിട്ട് അവരുടെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും അവരുടെ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. പിന്നെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവരുടെ നീഡ്സും വാണ്ട്സൊക്കെ പെട്ടെന്ന് എടുക്കണുണ്ടല്ലോ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിന് പെട്ടെന്നായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ദ നെക്സ്റ്റ് ടോപ്പിക്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഇത്തരം ഗുണങ്ങൾ പറഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ദോഷങ്ങൾ, ഇതിൻ്റെ എതിർവശം എന്താണെന്ന് നോക്കാം. കസ്റ്റമേഴ്സ് മേ ബി ചീറ്റഡ് ആൻഡ് മിസ്ലീഡ് ബൈ giving false, exaggeration or incomplete information. Initial cost is high. It enroaches the privacy of consumers. It may create irritation among the customers. It may upset the existing intermediaries. അതായത് കസ്റ്റമേഴ്സ് ചീറ്റ് ചെയ്യാൻ, അതായത് അവർ പറ്റിക്കപ്പെടാനുള്ള വളരെ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്പം നമ്മൾ വാങ്ങണ കാരണം ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ഫസ്റ്റ് പറയുന്ന കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും. ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ഹൈ. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കസ്റ്റമേഴ്സിന് അതെന്ത് ചെയ്യാൻ പറ്റും, കൺസ്യൂമേഴ്സിന് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഒരു ഫീൽ ആവാൻ തുടങ്ങും. പിന്നെ ഇറ്റ് മേ അപ്സെറ്റ് ദ എക്സിസ്റ്റിംഗ് ഇൻ്റർമീഡിയറ്ററീസ്. അതിൻ്റെ ഇടയിൽ നടക്കണ ഇൻ്റർമീഡിയറ്ററീസ് അതിനുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു അപ്സെറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ്.
ഓൺലൈൻ മാർക്കറ്റിംഗ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓൺലൈൻ മാർക്കറ്റിംഗ്. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടം ആയതോട് കൂടിയിട്ട് നമുക്കിപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഓൺലൈനിലൂടെയാണ്. നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഫുള്ള് ഓൺലൈനിലാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഓൺലൈൻ മാർക്കറ്റിംഗ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് മാർക്കറ്റിംഗ്. ഓൺലൈൻ മാർക്കറ്റിംഗ് സിംപ്ലി മീൻസ് മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ മാർക്കറ്റിംഗ് ത്രൂ ഇൻ്റർനെറ്റ് വഴി മാർക്കറ്റ് നടത്തുക, അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ഇതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വയർലെസ് ആയിട്ടുള്ള മൊബൈൽ ഫോണ്, സാറ്റലൈറ്റ്, ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. These technologies include the internet media and other digital media such as wireless mobile media, cable and satellite. Online marketing is a process that creates exchange by linking the consumer with sellers or producers electronically through an interactive computer system. സെല്ലേഴ്സിനെ വിൽക്കുന്ന ആൾക്കാരെയും പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെയും പിന്നെ അത് വാങ്ങുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇൻ്റർനെറ്റ് വഴി ഒന്ന് ലിങ്ക് ചെയ്യിപ്പിക്കണേനെയാണ് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയണം. പ്രോസസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് കൺസ്യൂമർ റിലേഷൻഷിപ്പ് through online activities to facilitate the exchange of ideas, products and service that satisfy the goals of both parties. ഇത് മൂലം രണ്ട് പാർട്ടിക്കും നല്ല സാറ്റിസ്ഫിക്കേഷനാണ്, അവർ സംതൃപ്തരാണ്. ഇനി ഈ ഓൺലൈൻ മാർക്കറ്റിങ്ങിനും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ അത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന്. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പോകേണ്ടി വരില്ല, നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഇനി ഇതിൽ എന്തിട്ടാ നോക്കാം. ഫസ്റ്റ് വൺ, more information is provided through customers, therefore they have more choices. പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ ചോയ്സും കാര്യങ്ങളൊക്കെ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് ലാർജ് കസ്റ്റമർ ബേസ് ബിക്കോസ് മാർക്കറ്റിംഗ് ക്യാൻ ബി ഡൺ ഓൺ എ ഗ്ലോബൽ ബേസിസ്. നമുക്ക് സാധാരണ മാർക്കറ്റിംഗ് കാണിച്ചെങ്കിൽ നമുക്ക് പോയി വാങ്ങിക്കാനേ പറ്റുള്ളൂ. ഇതായിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള എവിടെ ഗ്ലോബൽ മാർക്കറ്റിംഗ് ആണ്, ഗ്ലോബൽ ബേസിസ് ആണ്. നമുക്ക് എവിടെ ഇരുന്നിട്ടും എങ്ങനെ വേണമെങ്കിലും അത് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. കസ്റ്റമർ ക്യാൻ കമ്പയർ പ്രൈസസ്. പിന്നെ അത് മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റിംഗ് ആയിരിക്കുമ്പോൾ നമുക്ക് പല ആപ്പുകളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൈസൊക്കെ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് വാങ്ങിയാൽ മതി. അപ്പോൾ ഇതൊക്കെ നല്ലൊരു അഡ്വാൻറ്റേജസ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആർ ഷോർട്ട്. ദർ ഈസ് എ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ മാർക്കറ്റ് ആൻഡ് ദ കസ്റ്റമേഴ്സ്. അതായത് നല്ലൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും കസ്റ്റമേഴ്സും മാർക്കറ്റും തമ്മിൽ. കോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻസ് ആർ ലോയർ. ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര ലോ ആയിരിക്കും. ഇറ്റ് അലോസ് ദ കസ്റ്റമേഴ്സ് ടു ഷോപ്പ് ഓൺലൈൻ അറ്റ് ദയർ കൺവീനിയൻസ് ഫ്രം ദ ഹോം ഓർ വർക്ക് പ്ലേസ്. നമുക്ക് എവിടെ ഇരുന്ന് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റും, എനി ടൈം എനി പ്ലേസ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ദ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ certain products which cannot be digitized. They lie outside the scope of internet marketing. Second one, in internet marketing, there is no touch and feel experience to customers. The third one, the information shared by the customers about their personal and financial matters are likely to be misused. Even though online marketing is growing, it does not cover a substantial portion of population. Fifth one, service backup is a major problem in online marketing. In online marketing, there are problems associated with return products, payments, and performance complaints. Indians are still reluctant to give their credit card details for online purchases. അതായത് ഓൺലൈൻ മാർക്കറ്റിംഗ് വഴി പുറത്തേക്ക് കാണിക്കുമ്പോൾ അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റി നല്ല കാര്യങ്ങളാണെന്നൊക്കെയും പറയാം. പക്ഷേ ഇൻസൈഡിൽ ചിലപ്പോൾ അത് പറ്റിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ് ഈ ഓൺലൈൻ മാർക്കറ്റിംഗ്. പിന്നെ പോരാത്തതിന് നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നമുക്കിപ്പോൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങണമെങ്കിൽ തന്നെ നമുക്കത് തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ തുണിയുടെ ഒക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്കത് പറ്റില്ല. ദർ ഈസ് നോ ടച്ച് ആൻഡ് ഫീൽ എക്സ്പീരിയൻസ് ടു കസ്റ്റമേഴ്സിനെ ഫീൽ ചെയ്യാനോ ടച്ച് ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല. പിന്നെ നമ്മുടെ പേഴ്സണൽ, അതായത് ഇപ്പോൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണല്ലോ ഇത് ഓൾറെഡി നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ മിസ്യൂസ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പിന്നെ ഇൻ്റർനെറ്റിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ചിലപ്പോൾ സക്സസ്ഫുൾ ആയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് ഓർഡർ ആയി ഉണ്ടായിരിക്കില്ല. അങ്ങനെ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ പ്രൊഡക്ട്സ് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ
ഭയങ്കര പ്രശ്നം വരും. കാരണം നമ്മളിപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒക്കെ ആണെന്നുവെച്ചെങ്കിൽ നമുക്കത് അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. റിട്ടേൺ ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റൻസ് ഉണ്ട്. പിന്നെ ഇന്ത്യത്തെ ആൾക്കാരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ മേ ബി നല്ലൊരു മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ടോപ്പിക്ക്. നമ്മുടെ ടോപ്പിക്കിൽ നമ്മളിപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിൻ്റെയും ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറഞ്ഞത്. ഓൺലൈനിലായിരിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മളിപ്പോൾ പഠിച്ചു. അതുപോലെ തന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരിക്കുമ്പോഴതും പഠിച്ചു. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.